രേണുസുതി ഒരു കരിയർ അല്ല, ഒരിക്കലുമല്ല. തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ ഒരു പൈസ സമ്പാദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു സമാധാനം കിട്ടത്തില്ല. നമുക്കിഷ്ടമുള്ള ഇത് ചെയ്താലേ, നമുക്ക് ജോലി ചെയ്താലേ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. പിന്നെ ഇഷ്ടമില്ലാത്ത ഈ പണി ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ പണിക്കേ ഞാൻ പോകത്തില്ല. ഇപ്പൊ രേണു എത്ര രൂപ, അല്ലെങ്കിൽ ഇപ്പൊ രേണുവിന്റെ കുടുംബം മൊത്തത്തിൽ താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു മാസം എത്ര രൂപ ചെലവുണ്ട്? എനിക്ക് എന്നോട് സത്യം പറഞ്ഞില്ല, ഇപ്പോഴും ഹരിക്കാനും കുണിക്കാനും അറിയത്തില്ല. എനിക്കുള്ള കാര്യം കണക്ക് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ റേഷൻ ഉണ്ട് ഞങ്ങൾക്ക്, റേഷൻ കാർഡില്ലേ, അതിനകത്തുനിന്ന് അരിയുണ്ട്, പഞ്ചസാരയുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട വരത്തില്ല. പോയിന്റ് അധികം ഒന്നും മേടിക്കേണ്ട, പൈസ കൊടുത്ത് മേടിക്കും. നമുക്ക് റേഷനരിയൊക്കെ തന്നെയാണ് നമുക്കിഷ്ടം. നമുക്ക് ഏറ്റവും എനിക്കൊന്ന് ദാരിദ്ര്യത്തിലേക്ക് ഏറ്റവും താഴ്ന്ന കാർഡ് മഞ്ഞക്കാർഡ്, അങ്ങനെ തന്നെ പറയാം. മഞ്ഞക്കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. പഞ്ചസാര അതൊക്കെ നേരത്തെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം പിന്നെ ചിലവെന്താ, അധികം ചിലവൊന്നും ഇല്ലല്ലോ, അതിനുള്ള ചിലവൊന്നും ഇല്ല. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടോ? പതുക്കെ ഒരു ബിസിനസ് നോക്കണം. ഏത് ടൈപ്പ് ബിസിനസ് നോക്കാം. ചിലപ്പോൾ പുറത്തായിരിക്കും, ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും, വിദേശത്തായിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. കഴുത്തെടുത്ത് പുറകോട്ടിട്ട് അത് ചോദിക്കാം. നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നവരാണ്. ഇപ്പം അവർ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുമ്പോൾ എന്തെങ്കിലും മേടിക്കും, വേണ്ട നിങ്ങൾ വെച്ച് ഞാൻ അത്ര ഒരു സൂചേട്ടൻ എല്ലാവർക്കും എന്താ പറയുക, സൂചേട്ടൻ്റെ സന്തോഷം കൊണ്ട് ഇപ്പം ഞാൻ പറയും സൂചേട്ടൻ എടുക്കണ്ട, ഞാൻ പൈസ എടുക്കാതെ സൂചേട്ടൻ ഓടി വന്നു, അപ്പോൾ ആവട്ടെ അത് വെച്ച് ഞാൻ എടുത്തോളാം. കുഞ്ഞുങ്ങൾക്ക് അത് നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കും. 3 മക്കളെയും അല്ലെങ്കിൽ 4 മക്കളെയും നമ്മൾ ഒരുപോലെയാണ് കണ്ടത്. കിച്ചു മൂത്ത കുട്ടി, 2ാമത്തെ ലുധിയാമ, 3ാമത്തെ ലെബനോ, 4ാമത്തെ റിതപ്പൻ. ഇങ്ങനെയാണ് ഞങ്ങൾ പിള്ളേരെ കണ്ടത്. അപ്പം 4 പിള്ളേർക്ക് നമ്മൾ ഒരുപോലെ ഇപ്പം മേടിച്ചു. അതിനൊന്നും കണക്ക് പറയുന്നത് അത് ചിലവാണെന്നോ ഒന്നും ഞങ്ങളാരും അങ്ങനെ കരുതുന്നില്ല. അതെന്താണ് എങ്ങനെ പറയാൻ എനിക്കറിയില്ല. അതിനെപ്പറ്റി എന്താണ് 3 പേർക്കും ജോലി ഉണ്ടായിരുന്നു. എൻ്റെ പപ്പായ്ക്ക് അസുഖമായിട്ട് പോലും പുള്ളി ജോലിക്ക് പോയിട്ടാണ് ഈ സുധിച്ചേട്ടൻ മരിക്കുന്നതിന് ഒരു 2-3 മാസം മുന്നെയാണ് പപ്പായ്ക്കും സീരിയസ് ആയിട്ടുള്ള അസുഖം വന്ന് ട്യൂബ് കത്തീറ്റർ ബാഗ് ഇട്ടായിരുന്നു പുള്ളി നടന്നത്. അപ്പം ആ സമയം വരെയും പുള്ളി പണിക്ക് പോകുമായിരുന്നു. പുള്ളി അധ്വാനിച്ചേനെ. കമ്പിപ്പണി നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞത്, കമ്പിപ്പണി എന്ന് വാർക്കപ്പണിയില്ലേ, കമ്പി വാർക്കുന്ന പണി, അതായത് മറ്റേ കമ്പി കെട്ടുന്ന പണി, കമ്പി വാർക്കെന്നാ ചേച്ചി പറയുന്നത്. അത് മറ്റേ ബിൽഡിങ് വാർക്കത്തില്ലേ, അതായിരുന്നു എൻ്റെ അപ്പൻ ചെയ്തുകൊണ്ടിരുന്ന പണി. ആ പുള്ളി സൂചിച്ചേട്ടനുള്ള കാലത്തും, അതായത് സൂചിച്ചേട്ടൻ മരിക്കുന്നതിന് 3 മാസം മുന്നേ ആയിരുന്നു പുള്ളിക്ക് അസുഖം വന്നത്. അതുവരെ ആള് നന്നായിട്ട് അധ്വാനിച്ച് എൻ്റെ കൊച്ചിന് ബിസ്ക്കറ്റ് വരെ മേടിച്ചു കൊടുക്കുമായിരുന്നു പുള്ളി. അല്ല, സുധിച്ചേട്ടനെ സാമ്പത്തികമായിട്ട് സഹായിച്ചുകൊണ്ടിരുന്നത് രേണുവിന്റെ ഫാമിലി വല്ലപ്പോഴും ഒക്കെ ചെയ്യുമായിരുന്നു. സുധിച്ചേട്ടന് എപ്പോഴും ഒന്നും ജോലി ഇല്ലല്ലോ. ഈ സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ, അതായത് മിമിക്രി ആർട്ടിസ്റ്റ് അല്ലായിരുന്നു അദ്ദേഹത്തിന് ഇപ്പം ജോലിയൊന്നും കാണത്തില്ല. ഒരുപാട് എന്താ പറയുക, ചില സമയം വീട്ടിലിരിക്കുന്ന സമയം ഉണ്ടെങ്കിലും പപ്പ അതൊക്കെ ജോലിക്ക് പോയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ. നമ്മളെന്തിനാ അത് കള്ളത്തരം പറഞ്ഞ് നമുക്കൊന്നും നേടാനില്ലല്ലോ. രേണുവിന്റെ കുടുംബം ജീവിച്ചു പോകാൻ എത്ര രൂപ ഒരു മാസം ചെലവുണ്ട്? അയ്യോ, എനിക്ക് അങ്ങനെയൊക്കെ എങ്ങനെയാണ്. എന്നാലും ഏകദേശം എത്ര രൂപ ഒരു മാസം ചെലവിന് കൊടുക്കും? നമ്മള് ഇപ്പൊ ആദ്യമൊക്കെ വാടക വിടാകുമ്പോ വാടക കൊടുക്കണം, കറണ്ട് ചാർജ്, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ, പിള്ളേരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ. ഏകദേശം എത്ര ഒരു സാധാരണ കുടുംബം ജീവിച്ചെന്ന് എങ്ങനെയാണ് ജീവിച്ചു പോകുന്ന അത്രയും ചെലവ്. വാടകയായിരുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. 50,000 രൂപ വരും? ഒരിക്കലും ഇല്ല. എന്തിനാ 50,000 രൂപ ഒന്നും ഇല്ല. ഇല്ല, 10,000 രൂപ വാടക വരില്ലേ? ഇല്ല, 5 രൂപ ചെറിയ വാടക. ഞങ്ങൾ ആ വീട് ഓർമ്മയില്ലേ, സുധിച്ചേട്ടൻ മരിച്ചപ്പോഴത്തെ വീട്, ഒരു ചെറിയ വീട്. അതിനകത്ത് എങ്ങനെ 5 രൂപ പോലില്ല, 3,500 4,000 എങ്ങാണ്ടുള്ളായിരുന്നു ആ വീടിന് വാടക. ഇപ്പൊ രേണു എത്ര രൂപ, അല്ലെങ്കിൽ ഇപ്പൊ രേണുവിന്റെ കുടുംബം മൊത്തത്തിൽ താമസിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ ഒരു മാസം എത്ര രൂപ ചെലവുണ്ട്? എനിക്ക് എന്നോട് സത്യം പറഞ്ഞില്ല, ഇപ്പോഴും ഹരിക്കാനും കുണിക്കാനും അറിയത്തില്ല. എനിക്കുള്ള കാര്യം കണക്ക് എനിക്ക് അറിയത്തില്ല. അങ്ങനെയൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. എനിക്ക് അറിയില്ലടാ ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാനല്ല വീട്ടു കാര്യങ്ങൾ നോക്കുന്ന ഞാനല്ല. ഒരു കാര്യം പറയട്ടെ, ഞാൻ പൈസ കൊടുക്കും. അതായത് ഇപ്പം വീട്ടിലെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നതല്ലാതെ ഇത് ഇന്ന ചെയ്യുക അവരാണ് അതെല്ലാം ചെയ്യുന്നത്, അവരാണ് അതെല്ലാം ഉത്തരവാദിത്തത്തോടെ നോക്കുന്നത്. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി വരവ് ചെലവ് കണക്ക് കറക്റ്റ് ഒന്നും പറയാൻ അതല്ല ഞാൻ രേണുവിന്റെ വരവിനനുസരിച്ചുള്ള ചെലവ് ഏതാണെന്ന് രേണുവിന് അറിയില്ലെന്നാണ് പറയുന്നത്. വരവിനനുസരിച്ചുള്ള ചെലവെന്ന് പറഞ്ഞാൽ എന്തുവാ, സത്യം പറഞ്ഞാൽ നമുക്ക് റേഷൻ ഉണ്ട് ഞങ്ങൾക്ക്, റേഷൻ കാർഡില്ലേ, അതിനകത്തുനിന്ന് അരിയുണ്ട്, പഞ്ചസാരയുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട വരത്തില്ല. പോയിന്റ് അധികം ഒന്നും മേടിക്കേണ്ട, പൈസ കൊടുത്ത് മേടിക്കും. നമുക്ക് റേഷനരിയൊക്കെ തന്നെയാണ് നമുക്കിഷ്ടം. നമുക്ക് ഏറ്റവും എനിക്കൊന്ന് ദാരിദ്ര്യത്തിലേക്ക് ഏറ്റവും താഴ്ന്ന കാർഡ് മഞ്ഞക്കാർഡ്, അങ്ങനെ തന്നെ പറയാം. മഞ്ഞക്കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. പഞ്ചസാര അതൊക്കെ നേരത്തെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പം പിന്നെ ചിലവെന്താ, അധികം ചിലവൊന്നും ഇല്ലല്ലോ, അതിനുള്ള ചിലവൊന്നും ഇല്ല. ഞാൻ എവിടെയും പറയാം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ റേഷൻ കാർഡ് റോസ് അല്ല, മഞ്ഞക്കാർഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രത്യേകതര ഒരു കാർഡാണ്. അത് നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്ന കാർഡാണ്. അത് നമുക്ക് നേരത്തെ തൊട്ടേ ഉള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട കാര്യമില്ല.
അപ്പം അധികം ചിലവില്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അരിക്കും പഞ്ചസാരയ്ക്കും ഒക്കെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്ക് എന്തായാലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച് പൈസ ബാങ്കിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ ഇനിയും കുറച്ച് ഇടണം. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ വീട് സ്ഥലം മേടിക്കണം. പിന്നെ പതുക്കെ ഒരു ബിസിനസ് നോക്കണം. എല്ലാം ഞാൻ ആരംഭിക്കും. കുറച്ച് ഒരു 6 മാസത്തിനകം എല്ലാം ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യും. ഇപ്പം ഞാനൊന്ന് നിൽക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ചെയ്യണം. ഏത് ടൈപ്പ് ബിസിനസ്സിനോട് താല്പര്യം? അതൊന്നും ആലോചിക്കുന്നില്ല ചേട്ടാ. നമുക്ക് നോക്കാം. ചിലപ്പോൾ പുറത്തായിരിക്കും, ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും. അങ്ങനെ വിദേശത്തായിരിക്കും, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. അല്ലോ മീൻസ് കുറേ ആയിട്ട് ആരെങ്കിലും രേണുവിൻ്റെ അടുത്ത് ഇതുപോലെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇന്ന് വന്നിട്ടുണ്ടോ? വരെ ചോദിച്ചിട്ടില്ല. ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല. ആഹാ. ചോദിച്ചിട്ടില്ല. രേണു സുധി ഒരു കരിയർ അല്ല, ഒരിക്കലുമല്ല. ഇനി ആവുകയില്ല. അതിൻ്റെ ആവശ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാവത്തുമില്ല. അങ്ങനത്തെ തെറ്റായിട്ടുള്ള മാർഗത്തിലൂടെ ഒരു പൈസ സമ്പാദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് ഒരു സമാധാനം കിട്ടത്തില്ല. നമുക്കിഷ്ടമുള്ള ഇത് ചെയ്താലേ, നമുക്ക് ജോലി ചെയ്താലേ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്താലേ എനിക്ക് സമാധാനം കിട്ടത്തുള്ളൂ. പിന്നെ ഇഷ്ടമില്ലാത്ത ഈ പണി ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടാനോ ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ പണിക്കേ ഞാൻ പോകത്തില്ല. ചേച്ചി ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു